ഇ.പി. ജയരാജന്റെ ആത്മകഥയ്ക്ക് കള്ളന്റെ ആത്മകഥ എന്നാണ് പേരിടേണ്ടിയിരുന്നതെന്ന് ബി.ജെ.പി. നേതാവ് ശോഭാ സുരേന്ദ്രൻ. 3 തവണ മാത്രമാണ് താൻ രാമനിലയത്തിൽ പോയിട്ടുള്ളത്. അതിലൊന്ന് ഇ.പി.യെ കാണാനാണ്. മകനെ ഫോണിൽ വിളിച്ചപ്പോൾ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാൻ വിളിക്കുന്നുവെന്ന് ജയരാജന് തോന്നിയത് എന്തുകൊണ്ടാണെന്നും ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. ആരുടെയെങ്കിലും ഒരു ഫോൺ വന്നാൽ ആ ഫോണ് 1 വട്ടവും 2 വട്ടവും വന്നു കഴിഞ്ഞാൽ ഫോൺ വിളിക്കുന്നത് മകനെ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിക്കാനാണ് എന്ന് ഇ.പി. ജയരാജന് തോന്നി എന്നാണ് ഇ.പി. ജയരാജൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അതിനർത്ഥം എന്താണ്? ഒരാൾ ഫോണിൽ വിളിക്കുമ്പോൾ തന്നെ കാര്യം ഊഹിക്കാനും മനസ്സിലാക്കാനും സാധിച്ചു എന്നല്ലേ പറയുന്നത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു കേസ് കൂടി എൻ്റെ പേരിൽ വന്നാലും തിരക്കേടില്ല. ആ പുസ്തകത്തിന് യഥാർത്ഥത്തിൽ ഇടേണ്ട പേര് കള്ളന്റെ ആത്മകഥ എന്നായിരുന്നു. ഇതാണ് എൻ്റെ അഭിപ്രായം.